വൈഫിന്റെ ഡെലിവറിയും എന്റെ സ്ഥലം മാറ്റവും ഒരുമിച്ചായിരുന്നു. കോട്ടയത്തേക്ക് താമസം മാറുമ്പോൾ ജനിച്ച കുഞ്ഞിന്റെ ഐശ്വര്യം കൊണ്ടാണ് ടൗണിൽ തന്നെ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വീട് കിട്ടിയതെന്ന് ഞാൻ കരുതി. നഗരനടുവിൽ ഇത്ര പ്രകൃതിരമണീയമായ ഒരു സ്ഥലം കിട്ടിയത് ഞങ്ങൾ തെല്ലൊന്നുമല്ല സന്തോഷിച്ചത്. എന്നാൽ അവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് അടുത്തുള്ള കടക്കാരോട് പറയുമ്പോഴെല്ലാം അവരുടെ മുഖങ്ങളിൽ മിന്നിമറയുന്ന ഭാവങ്ങൾ കണ്ട് എനിക്ക് അല്പം പന്തികേട് തോന്നി. 10 കൊല്ലം മുമ്പ് അവിടെ താമസിച്ചിരുന്ന ഒരുത്തൻ ഭാര്യയെയും 7 മാസം പ്രായമുള്ള കുഞ്ഞിനെയും വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടിയ വീടാണത്. അതിനുശേഷം അവിടെ താമസിച്ച ഒരാൾക്കും ഒരാഴ്ചയിൽ കൂടുതൽ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അടുത്തുള്ള ചായക്കടക്കാരൻ നിസാരഭാവത്തോടെ അത് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു ഭയം നാപ്പിട്ടു. ഒന്ന് വിശദമായിട്ട് പറയാവോ? ഞാൻ ആ വൃദ്ധനോട് ചോദിച്ചു. ആദ്യം താമസിക്കാൻ വന്ന ആളുകളെ മുഴുവൻ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു. ആ ചത്തുപോയ പെണ്ണിന്റെ ശല്യമായിരുന്നത്രേ അത്. ഒടുവിൽ വലിയൊരു മന്ത്രവാദി വരികയും അവളെ പിടിച്ച് കെട്ടുകയും ചെയ്തു. അതിനുശേഷം ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ രാത്രിയായാൽ ഒരു കുഞ്ഞിന്റെ ചെവി തുളയ്ക്കുന്ന കരച്ചിൽ ശബ്ദം കേൾക്കുമത്രേ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് മാത്രം മാറ്റാൻ ആർക്കും പറ്റിയിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുന്ന കുഞ്ഞാണെങ്കിലല്ലേ മന്ത്രതന്ത്രങ്ങളൊക്കെ ഫലിക്കുള്ളൂ. ഇതൊരു പിഞ്ചു കുഞ്ഞല്ലേ, ഇതിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ ദീർഘമായി നിശ്വസിച്ച ശേഷം ചായ നീട്ടിയടിച്ചു. 2 വർഷത്തെ കരാറിൽ 5 ലക്ഷം കൊടുത്ത് കുറഞ്ഞ വാടകയ്ക്ക് ഈ വീട് എടുക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇങ്ങനൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അയാൾ പറഞ്ഞതെല്ലാം അന്വർത്ഥമാക്കിക്കൊണ്ട് അന്നത്തെ രാത്രി ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം എന്റെ ചെവികളിൽ കുത്തിക്കയറി. 2 ദിവസം അത് തുടർന്നു. എന്നാൽ 3-ാം ദിവസം ഭാര്യയും കുഞ്ഞും അവളുടെ അമ്മയും കൂടി ഇവിടേക്ക് വന്നതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ ആ ശബ്ദം കേട്ടിരുന്നില്ല. അത്ഭുതം എന്താണെന്നാൽ ശേഷമുള്ള 1.5 കാലം ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ലെന്നതാണ്. ഒടുവിൽ 6 മാസം കൂടി കഴിയുമ്പോൾ വേറെ വീട് നോക്കേണ്ടി വരും എന്ന ചർച്ച വീട്ടിൽ തുടങ്ങിയത് മുതൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. പ്രശ്നങ്ങൾ മറ്റെവിടുന്നുമായിരുന്നില്ല, എന്റെ ഭാര്യയായിരുന്നു തടസ്സം നിൽക്കുന്നത്. ഒരു ദിവസം നിയന്ത്രണം വിട്ട് ഞാൻ പൊട്ടിത്തെറിച്ചു. എന്താണ് കാരണം എന്നെനിക്ക് കൃത്യമായി അറിയണമെന്ന് ഞാൻ അവളോട് കട്ടായം പറഞ്ഞു. അറിയില്ലേട്ടാ, എനിക്കിവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ല. എന്റെ അത്രയും പ്രിയപ്പെട്ട ആരോ ഇവിടെ ഉണ്ടെന്ന പോലെ എനിക്ക് തോന്നണേ. അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ പെരുമാറ്റവും സംസാരവും എന്നിൽ ഭയം ജനിപ്പിച്ചു. ആ കുഞ്ഞിന്റെ ആത്മാവ് ഇവളിൽ കടന്നു കൂടിയിട്ടുണ്ടാവോ? ഞാൻ സംശയിച്ചു. അവൾക്കും അമ്മയ്ക്കും ആർക്കും ഈ വീടിന്റെ പഴയകാല ചരിത്രങ്ങൾ ഒന്നും അറിയില്ല എന്നതുകൊണ്ട് ഞാനത് അവളോട് പങ്കുവെക്കാനും പോയില്ല. എന്നാൽ പിന്നീട് അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്റെ തലച്ചോറിൽ പ്രകമ്പനമുണ്ടായി. ഞാൻ നിന്ന് വിയർത്തു. അവൾ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഏട്ടൻ എനിക്ക് വട്ടാണെന്ന് പറയും, പക്ഷെ എനിക്ക് അതുകൂടി പറയണം. വിങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി. നമ്മൾ ഇവിടേക്ക് വന്നതിന്റെ അന്ന് രാത്രിയിൽ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ എന്റെ ഇടത്തേമാറിൽ ആരോ പിടിക്കുന്നതായി എനിക്ക് തോന്നി. കുഞ്ഞു കൈകളാണ് അതെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നുന്നതാണെന്ന് കരുതി ഞാനത് കാര്യാക്കിയില്ല. എന്നാൽ സ്ഥാനങ്ങളിൽ ഏതിലാണ് ഞാൻ കുഞ്ഞിന് വെച്ച് കൊടുക്കുന്നത് അതിന് എതിർവശത്തുള്ളതിൽ സൂചികൾ കുത്തിക്കയറുന്നത് പോലെയുള്ള ഒരു ഫീൽ. വസ്ത്രത്തിന്റെ ആവുമെന്ന് കരുതി ഒരു തവണ ഞാൻ ആ ഭാഗത്തെ വസ്ത്രം മാറ്റി നോക്കി. അതോടെ ആ ബുദ്ധിമുട്ട് മാറി. എന്നാൽ ഒരേ സമയം എന്റെ 2 സ്ഥാനങ്ങളും പാൽ ചുരത്തുന്നു. ഒരു വശത്ത് നിന്ന് പാല് കുടിക്കുന്നത് എന്റെ മോനാണ്, പക്ഷേ മറ്റേ ഭാഗത്ത് നിന്ന് പാല് കുടിക്കുന്നത് ആരെന്ന് പിടികിട്ടുന്നില്ല. ഇരുട്ടായതിനാൽ ഞാൻ ലൈറ്റ് ഇട്ട് നോക്കി. എന്റെ വസ്ത്രത്തിലേക്ക് പാൽ ഒലിച്ചു കാണുമെന്ന് കരുതിയാണ് നോക്കിയത്. എന്നാൽ ഒരു തുള്ളി പോലും പുറത്തു പോയിട്ടില്ല. ആദ്യമായി പാല് കൊടുത്തു തുടങ്ങുമല്ലേ, ഇങ്ങനെയാവും എല്ലാവർക്കും എന്ന് കരുതി ഞാൻ സ്ഥിരമായി പാല് കൊടുക്കുമ്പോൾ 2 സ്ഥാനങ്ങളും തുണിക്ക് പുറത്താക്കി പാല് കൊടുത്തു. അപ്പോഴെല്ലാം എന്റെ 2 വക്ഷോജങ്ങളും മത്സരിച്ച് പാൽ ചുരത്തി. എന്റെ തോന്നലാവും എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മുടെ മോൻ അച്ഛ എന്നോ അമ്മ എന്നോ പോലും അല്ലാട്ടോ ആദ്യം വിളിച്ചത്, മാളു എന്നല്ലേ. നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകുന്നത് കൊണ്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ മോൻ പകൽ മുഴുവൻ അദൃശ്യതയിലേക്ക് നോക്കിയാണ് കൂടുതൽ നേരവും കളിക്കുക. ഇടയ്ക്കിടെ എന്നെ നോക്കി ശൂന്യതയിലേക്ക് വിരൽ ചൂണ്ടി മാളു മാളു എന്ന് പറയാറുമുണ്ട്. എനിക്കറിയാം ഏട്ടൻ ഇതെല്ലാം കേൾക്കുമ്പോൾ വട്ടായി തോന്നുമെന്ന്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടേട്ടാ, ഏതോ ഒരു മാളുവിന് കൂടി ഞാൻ പാല് കൊടുത്തിട്ടുണ്ട്. അവൾ ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. സാധാരണ ഏതു പെണ്ണും ഇങ്ങനെ അസാധാരണമായ കാര്യങ്ങൾ നടന്നാൽ ആ വീട് വിട്ട് ഓടാൻ മാത്രമേ നോക്കൂ. പക്ഷേ
എനിക്കതിന് പറ്റുന്നില്ല ഏട്ടാ. കാരണം എനിക്ക് അവൾക്ക് പാല് കൊടുക്കണം. അവളെ വിട്ടു പോവാനും പറ്റില്ല. എൻ്റെ മോളായി മാറി അവൾ. അവൾ പൊട്ടിക്കരഞ്ഞു. എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ കട്ടിലിൽ തളർന്നിരുന്നു. ഇതിങ്ങനെ പോയാൽ എൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും എനിക്ക് കൈവിട്ടു പോയേക്കുമോ എന്ന് ഞാൻ ഭയന്നു. എത്രയും വേഗം ഇവിടുന്ന് ഒഴിയണം എന്നുറച്ച് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ മുറിയിലേക്ക് പോയി പഴയ ബ്രോക്കറെ ഫോൺ ചെയ്തു. എത്രയും വേഗം വേറെ ഒരു വീട് ശരിയാക്കി തരണം. 6 മാസക്കാലം ഈ വീട് അടച്ചിട്ടേക്കാം. വാടക ഞാൻ കൊടുക്കാം, പ്രശ്നമില്ല എന്നറിയിച്ചു. അവളും അമ്മയും ഒരേ മുറിയിലാണ് എന്നതുകൊണ്ട് ഞാൻ മറ്റൊരു മുറിയിലായിരുന്നു കിടന്നിരുന്നത്. ഒറ്റയ്ക്കുള്ള ആ കിടപ്പ് മുഷിപ്പുളവാക്കുന്നുണ്ടെങ്കിലും അവൾ പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതുതന്നെയാണ് നല്ലതെന്ന് തോന്നി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ഇതെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചാണ് ഞാൻ കിടന്നുറങ്ങിയത്. കുറെ കഴിഞ്ഞതും നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. എങ്കിലും കണ്ണുകൾ മുഴുവൻ തുറക്കാൻ എനിക്ക് തോന്നിയില്ല. പാതി തുറന്ന കണ്ണുകളോടെ ഞാനത് കണ്ടു. എന്റെ നെഞ്ചിൽ കമിഴ്ന്നു കിടക്കുന്ന ഒരു സുന്ദരി മോള്. അവൾ എന്റെ നെഞ്ചിലെ രോമങ്ങൾ ആ കുഞ്ഞു വിരലുകൾ കൊണ്ട് കശക്കി കളിക്കുന്നു. ശേഷം മെല്ലെ തലയുയർത്തി എന്നെ നോക്കുന്നു. വേഗം കണ്ണുകൾ മുഴുവൻ അടച്ചുകൊണ്ട് ഞാൻ മിടിക്കുന്ന ഹൃദയത്തോടെ കിടന്നു. പക്ഷേ അവൾ എന്റെ നെഞ്ചിലൂടെ ഇഴഞ്ഞു മുകളിലേക്ക് വരുന്നതും എന്റെ കവിളിൽ ഉമ്മ വെക്കുന്നതും, അച്ഛാ, എന്നെ ഉപേക്ഷിച്ചു പോവല്ലേ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ കൂടി പോയാൽ ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവും, എനിക്ക് പിന്നെ ആരും ഇല്ലാതാവും എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. അന്നേ രാത്രി മുഴുവൻ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു കിടന്നു. കുറേ സമയം കഴിഞ്ഞതും എന്റെ ഭയം മെല്ലെ മെല്ലെയായി എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ അറിഞ്ഞു. ആ കുഞ്ഞു പുഷ്പത്തോട് എനിക്ക് വാത്സല്യം തോന്നി. ഞാൻ കണ്ണുകൾ മെല്ലെ തുറന്നു. ശേഷം കൈകളെടുത്ത് അവളെ കെട്ടിപ്പിടിച്ചു. ആ മുടികളിൽ തലോടി തലോടി ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് ഉറക്കമുണർന്നത് ഒത്തിരി വൈകിയിട്ടാണ്. ധൃതിയിൽ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി ഭാര്യയുടെ മുറിയിലേക്ക് വന്ന് കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തതും മറ്റൊരു കുഞ്ഞു ചുണ്ടുകൾ എന്റെ കവിളിൽ അതേസമയം ചുംബനം തന്നതും ഞാൻ അറിഞ്ഞു. ആ വശത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങി. ബ്രോക്കർ രാവിലെ തന്നെ ഏതോ വീട് നോക്കി വെച്ച് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പോകാനുള്ള ധൃതിയിൽ ഞാൻ അതെടുത്തില്ല. കാറിൽ കയറി അയാളെ തിരിച്ചു വിളിച്ചു. അയാൾ എടുത്തുടൻ ഇങ്ങോട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ഞാൻ പറഞ്ഞു, എടോ, നീ വേറെ വീട് നോക്കണ്ട. പറ്റുമെങ്കിൽ ഞാനിപ്പോൾ താമസിക്കുന്ന വീടിന്റെ ഓണറോട് സംസാരിച്ച് താൻ ഈ വീടിന്റെ മാന്യമായ ഒരു വില പറയും. എനിക്കത് വേണം, എന്റെ സ്വന്തം വീടായിട്ട്.